രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. പരാതിയുമായി നാട്ടുകാർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാ ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 3 ക്ഷേത്ര ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത്. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവും രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപമുള്ള തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരവും രാമന്തളി താവുരിയാട്ട് ക്ഷേത്ര ഭണ്ഡാരവുമാണ് ഒറ്റ രാത്രിയിൽ പൊളിച്ചത്. മുച്ചിലോട്ട് ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം നഷ്ടമായി. തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണമെടുക്കാൻ കള്ളന് കഴിഞ്ഞില്ല. താവുരിയാട്ട് ക്ഷേത്രത്തിന്റെ റോഡരികിലെ ഭണ്ഡാരമാണ് കുത്തിക്കവർന്നത്. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാ ശ്രമമോ നടന്നത്. ഇതിൽ വീടുകളും വ്യാപാര സ്ഥാപനവും ക്ഷേത്രം പള്ളി ഭണ്ഡാരങ്ങളുമുണ്ട്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്ക്. ഈ സാഹചര്യത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാത്രിക്ക് കാവലിരിക്കുകയാണ് നാട്ടുകാർ. ഒരു 2 മാസത്തോളമായി പൂട്ടിയിട്ട വീടുകളും ഇപ്പം പൂട്ടിയിട്ട വീടുകളിൽ നിന്ന് മാറി ക്ഷേത്ര ഭണ്ഡാരങ്ങളിലേക്ക് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ വല്ലാത്തൊരു ഭീതിയിലാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. ഒന്നാമതിപ്പം ഇരുട്ടടച്ച മഴയും കാലാവസ്ഥ തന്നെ മാറുന്ന സമയത്ത് ഇരുട്ടടച്ച മഴയും എല്ലാം വരുമ്പോൾ ജനങ്ങൾ ഭയഭീതരായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഭയത്തോടെയാണ് രാത്രി വീടുകളിൽ കഴിയുന്നതെന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി. ഞായറാഴ്ച ജാഗ്രതാ സമിതി ചേർന്നതിന് ശേഷം അന്ന് സബ് ഇൻസ്പെക്ടർ ഉറപ്പ് തന്നതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പെട്രോളിങ് രാമന്തളിയിൽ നടത്തും. ഇപ്പോൾ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് വ്യാപകമായി ഈ കളവ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോലീസ് ഇടപെടാന്ന് പറഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ അങ്ങനത്തെ ഒരു ജാഗ്രതേൻ്റെ അങ്ങനെ ഒരു സമീപനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇടയിലെ ആളുകളെല്ലാം ജീവിക്കുന്നത്. ജാഗ്രതാ സമിതിയുടെ ഒരു യോഗം രാമന്തളിയിൽ ചേർന്നു. 4ാം വാർഡ് മെമ്പർ ബിന്ദു നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് സ്ക്വാഡ് പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, രാമന്തളി. Stereo Systems. ഐസി മൂൺ ഐസ്ക്രീം, എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.